Lord Jesus, as I stand here, Lord, to minister unto you, Lord Jesus, Lord, I humble myself, Lord. Lord, I declare my nothingness, Lord. I declare my emptiness, Lord. I declare my total dependence upon your Holy Spirit, Lord. Yes, Lord, give me utterance, Lord Jesus. So, Lord, whatever I say, Lord, will be only according to your will, Lord. For the glory of your kingdom, Lord, and for the edification of your church. Yes, Lord Jesus, open our minds so that we can understand your scripture, Lord. Lord, give us a teachable heart so that we will obey your word, Lord, and produce 100-fold for the glory of your kingdom, Lord. Yes, Lord, we promise to give you all the glory and the honor, Lord, and our worship and our exaltation, Lord, because there is none like you, Lord. There is none like you. You alone deserve our worship, and we promise to give you all our worship. Amen. Amen. Yes, Lord, as I stand here, Lord, I take authority in your name, Lord. In the name of Jesus Christ of Nazareth, I command every force of darkness and evil that may be anywhere here, in any person, in any object or thing, in the air above or on the ground below, I command it to be bound in the name of Jesus Christ of Nazareth. Amen. And I command to go to the feet of Jesus. Amen. I bind every stronghold operating in any person here. I bind it in the name of Jesus Christ of Nazareth. Amen. And I command it to go to the feet of Jesus. Amen. So that every word that is spoken here will bear 100-fold. The Amen. glory of the kingdom of God. Hallelujah. And the evil one will not steal any word, because it belongs to us, and we are the children of God. We are the children of God. Amen. And the people said, Amen. And the people said, Amen. And the people said, Amen. Amen. ഇരിക്കാം. Hallelujah. Praise the Lord. ഇന്നലെ വൈകുന്നേരത്തെ സെഷന് ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? കൈകളൊന്ന് ഉയർത്താമോ? പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്നലത്തെ ആ ദൂതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. പക്ഷേ ദൈവത്തിൻ്റെ വചനമെല്ലാം, ഓരോ വചനവും ഈസ് ഫുൾ. കുഴപ്പമില്ല. നിങ്ങൾ ഇന്നിപ്പം പുതിയതായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. അതേ പറ്റുള്ളൂ. ഇന്ന് കേൾക്കാൻ പറ്റുകയില്ല. അത് നിങ്ങൾ സ്വീകരിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരാനായിട്ട് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണെങ്കിൽ വളരെയധികം ഫലം പുറപ്പെടുവിക്കും. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വചനത്തോടെയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഒന്ന് 7-ാമത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഫിലിപ്പിയർക്ക് 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിന് വേണ്ടി ലാഭമായി കണക്കാക്കിയതൊക്കെ നഷ്ടമായിട്ട് കണക്കാക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ 8-ാമത്തെ വചനം പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കാൻ പറ്റി. അങ്ങനെ ആ അറിവ് ലഭിച്ചപ്പോഴാണ് എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുകയും വളരെ വിലപിടിപ്പുള്ളതും ആ യേശുവിനെ സ്വന്തമാക്കുവാനും പറ്റിയത്. നമുക്ക് ഇന്ന് 9-ാമത്തെ വചനത്തിലോട്ട് പോകാം. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം ഇങ്ങനെയാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും. അപ്പോൾ നേരത്തെ രണ്ട് കാര്യങ്ങൾ ചെയ്തത് എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാൻ ചെയ്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? പൗലോസ് അപ്പോസ്തലൻ അറിയാമായിരുന്നു, ഇങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് പ്രതിഫലം. നമ്മൾ കേട്ടു എബ്രായർക്ക് ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ എന്താണ് നമ്മളുടെ ദൈവത്തിൻ്റെ പ്രത്യേകത? എന്താണ്? പ്രതിഫലം തരുന്ന ദൈവമാണ്. വായിക്കുക. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്. അത് മതി. And to be found in him, not having my own righteousness which is from the law, but that which is through faith in Christ, the righteousness which is from God by faith. അപ്പോൾ അവന് പ്രതിഫലമായിട്ട് നമുക്ക് ദൈവം നിങ്ങളുടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ പ്രതിഫലം തരാം എന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പലതരത്തിലുള്ള പ്രതിഫലങ്ങൾ വയ്ക്കുകയാണ്. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? പ്രതിഫലങ്ങൾ പലതും വയ്ക്കുകയാണ്. അത് തരാം, ഇത് തരാം, ഇത് തരാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രതിഫലമായിട്ട് തരാം. നിങ്ങൾ മുറുകെ പിടിക്കുന്ന ഈ ലോകവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്ന, നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന എന്താണ് ഉള്ളത്, അതെല്ലാം എനിക്ക് വേണ്ടി നിങ്ങൾ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പ്രതിഫലം തരാം. നിങ്ങൾ എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് യേശു ക്രിസ്തു നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അവൻ്റെ രാജ്യവും നീതിയും കൃപ. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്തിനാണ്
അവൻ്റെ ആ നീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്. കാരണം അവൻ്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ. കാരണം എൻ്റെ സ്വന്തം നീതി കൊണ്ട് എനിക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ പറ്റുകയില്ല. ചെയ്യാതെ തന്നെ ശിക്ഷയേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിത്യരക്ഷ, ജീവൻ. അപ്പോൾ നമ്മൾ പ്രതിഫലമായിട്ട് ചോദിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാകുന്ന ആ ജീവനെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ നീതീകരിക്കപ്പെടുക എന്നുള്ളതിൻ്റെ എന്താണ് അർത്ഥം? ടു ബി റൈച്ചസ് ബിഫോർ ഗോഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ആദാം ഹവ്വായും ദൈവം സൃഷ്ടിച്ചു. പക്ഷെ പാപം അവരെ ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിച്ചു. അപ്പോൾ അങ്ങനെ ദൈവവുമായിട്ട് അവർക്കൊരു ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എനിക്ക് തിരിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്നുള്ള എല്ലാം ഞാനും പാപമായിട്ട് ഒരു ബന്ധം ഉണ്ടാകരുത്. അങ്ങനെ ഞാൻ നീതീകരിക്കപ്പെടണം. എൻ്റെ പാപമെല്ലാം മാറി ഒരു നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് വരുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് രക്ഷ, നമുക്കറിയാം രക്ഷ എന്ന് പറയുന്നത് ഏകസത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. ആ അവസ്ഥയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പാപമുണ്ടാകരുത്. പക്ഷേ മനുഷ്യനെ കൊണ്ട് സ്വാഭാവികമായിട്ട് പാപമില്ലാത്ത അവസ്ഥയിൽ അവനാകാൻ പറ്റുകയില്ല. അവൻ്റെ സ്വന്തം കഴിവുകളുണ്ട് അവന് നീതീകരിക്കപ്പെടുവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നീതിയായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് എന്നെ ദൈവത്തിൻ്റെ ഒരു കുറ്റമില്ലാതെ ദൈവം എന്നെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവുകളുണ്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രയത്നങ്ങളോ ഉണ്ടോ അത് സാധിക്കുകയില്ല. ഞാൻ എത്ര നോക്കിയാലും, ഞാൻ നിയമങ്ങളെല്ലാം അനുസരിച്ചാലും അത് സാധിക്കുകയില്ല. ഞാൻ എന്നെ തന്നെ നല്ലൊരു വ്യക്തിയാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അത് സാധിക്കുകയില്ല. ഞാൻ നല്ല ഡിസിപ്ലിൻഡ്, ചിട്ടയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും അത് സാധിക്കുകയില്ല. ഞാൻ ഒരു മതം കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിലും അതും സാധിക്കുകയില്ല. കാരണം ആ നീതീകരിക്കപ്പെടുവാൻ പറ്റുന്നത് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറയുന്നതാണ്, He who knew no sin was made sin for us, that we might become the righteousness of God in him. ഒന്ന് മലയാളത്തിൽ വായിച്ചേ. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അപ്പം അവനിലല്ലാതെ നമ്മൾക്ക് ദൈവത്തിന്റെ നീതിയാകാൻ പറ്റുകയില്ല. വായിച്ചേ ബാക്കി. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. പാപം അറിയാത്ത യേശു ക്രിസ്തുവിനെ നമ്മൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പാപമാക്കി. പാപമില്ലാത്ത ആ കുഞ്ഞാടിനെ നിങ്ങൾക്ക് വേണ്ടി പാപമാക്കി. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, God so loved the world that he gave. അല്ലേ, ഒന്ന് വായിച്ചത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. നൽകാൻ, അത് മാത്രം മതി, ഒരു വേർഡ്, ഗേവ്, നൽകാൻ. എന്തിനു വേണ്ടി? കാരണം പഴയ നിയമത്തിൽ പറയുന്നുണ്ട് പാപം ചെയ്യുന്നതിന് ശിക്ഷ അർഹതയുണ്ട്, അല്ലേ? പാപമോചനം എങ്ങനെയാണ്? രക്തം ചിന്തിയാൽ മാത്രമേ പാപമോചനമുള്ളൂ. അപ്പം ഞാൻ മരിക്കേണ്ടതിന്, ഞാൻ എൻ്റെ രക്തം ചിന്തി ആ പാപത്തിന് പരിഹാരമാകുന്നതിന് പകരം ആ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം നമ്മൾക്ക് നൽകി, എനിക്ക് വേണ്ടി ഒരു പാപ പരിഹാര ബലിയായിട്ട് മരിക്കുവാൻ വേണ്ടി. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, പ്രിയപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഇത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മൾ ആ യേശുവിനെ നമ്മൾ സ്നേഹിക്കും. എന്തുമാത്രം ആ ദൈവം, പിതാവായ ദൈവം നിങ്ങളെയും എല്ലാവരെയും, എന്നെയും എല്ലാവരെയും, ഈ ലോകത്തെ മുഴുവൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവനെ പോലും, പാപിയായതിനെ പോലും, ദൈവമായിട്ട് ശത്രുതയിൽ നിൽക്കുന്നവനെ പോലും അത്രയധികം സ്നേഹിച്ചു. അപ്പോൾ ആ യേശു ക്രിസ്തു വഴി മാത്രമേ നമ്മൾക്ക് നീതീകരിക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതുകൊണ്ടാണ്. പിതാവായ ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. അപ്പോൾ ആ ലോകമെന്ന് പറയുന്നത് പാപികളും ഉൾപ്പെടുന്ന ഒരു ലോകമാണ്. അപ്പോൾ പിതാവായ ദൈവം നമ്മളെ അത്രയധികം സ്നേഹിച്ചു, പ്രിയപ്പെട്ടവരെ. ഞാൻ പാപിയായിരുന്നു, ഞാൻ ദൈവവുമായിട്ട് ശത്രുതയിലുള്ള അവസ്ഥയായിരുന്നപ്പോൾ പോലും ദൈവം എന്നെ സ്നേഹിച്ചു. അതാണ് റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം എന്താ പറയുന്നത്? നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ സ്നേഹത്തിന്റെ ആ ഡെപ്ത്, ആ ആഴം എത്രയാണ്! ഞാൻ പാപിയായിരുന്നു, ഞാൻ ദൈവവുമായിട്ട് ശത്രുതയിലായിരുന്നു. അപ്പോൾ ദൈവം സ്നേഹത്തിന്റെ അളവ് എത്രയാണ്! സ്വന്തം പുത്രനെ ബലിയായിട്ട് അർപ്പിച്ചു. ബാക്കി വായിച്ചേ. നാം പാപിയായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം
ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളോട് സ്നേഹം ദൈവം പ്രകടമാക്കിയിരുന്നു. അടുത്ത വചനം ഒന്ന് വായിച്ചേ. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ എങ്ങനെയാണ് നമുക്ക് നീതീകരിക്കപ്പെടാൻ പറ്റുക? ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? അവന്റെ രക്തത്താൽ മാത്രമേ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അല്ലാതെ എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലോ ഞാനൊരു നല്ല വ്യക്തിയാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഞാൻ നിയമം അനുസരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് നീതീകരിക്കപ്പെടാൻ പറ്റുകയില്ല. അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ മാത്രമേ എനിക്ക് നീതീകരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം എന്നെ എത്രമാത്രം അധികം സ്നേഹിക്കും. ആദ്യം എത്രയായിരുന്നു? പുത്രനെ തരാൻ അത്രയധികം സ്നേഹിച്ചത്. ഞാൻ പാപിയായിരുന്നു, ഞാൻ ശത്രുവായിരുന്നു. ഞാൻ മിത്രനാകുമ്പോൾ, ഞാൻ പാപത്തിൽ നിന്ന് മോചനം കിട്ടിക്കഴിയുമ്പോൾ എത്ര അധികം സ്നേഹിക്കും പ്രിയപ്പെട്ടവരെ. വായിക്കൂ ബാക്കി 9. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ക്രോധം ഉണ്ടാകുകയില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്, for there is therefore no more condemnation for those who are in Christ Jesus. റോമക്കാരുടെ പറയുന്നത് ഇനി മുതൽ എന്താണ്? ശിക്ഷാവിധിയില്ല എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എന്താണ്? ഒന്ന്, ഞാൻ പാപിയായിരുന്നു, ഞാൻ ശത്രുവായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. ഞാൻ ദൈവമായിട്ട് രമ്യപ്പെട്ട് കഴിയുമ്പോൾ എത്രയധികം സ്നേഹിക്കും. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ശിക്ഷാവിധി ഇല്ല. പിന്നെ 10ാമത്തെ വചനം വായിച്ചേ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ രമ്യപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. കാരണം അപ്പോൾ എനിക്ക് ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ദൈവവുമായിട്ട് രമ്യപ്പെടുക. ദൈവമായിട്ട് രമ്യപ്പെടുന്നതാണ് ജീവൻ. ദൈവമായിട്ട് രമ്യപ്പെടുന്നതാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഇതാണ് നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കണം. ഇത് അതാ പറയുന്നത്. ഫലം പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്ക് വചനം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതല്ലേ മതങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുന്നത്, അല്ലേ? എന്തുമാത്രം കൊലപാതകങ്ങളാണ് നടക്കുന്നത്, എന്തുമാത്രം അക്രമങ്ങളാണ് നടക്കുന്നത്. അതിനകത്ത് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനകത്ത് പങ്കുചേരാൻ അവകാശമില്ല. കാരണം യേശു ക്രിസ്തു വന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു വന്നത് പിതാവായ ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മൾക്ക് മനുഷ്യനെ നമ്മളുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ അവന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നെ യേശു ക്രിസ്തുവിന്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. ദൈവം എന്നെ സൃഷ്ടിച്ചതിന്റെ ആവശ്യം എന്താണ്? ഞാനും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷെ പാപമൂലം ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. മനുഷ്യന് ഒരു മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ പിതാവായ ദൈവമായിട്ട് രമ്യപ്പെടുവാൻ പറ്റുകയില്ല എന്ന് പിതാവിനെ അറിയുന്നത് കൊണ്ട് പിതാവായ ദൈവം ആ പിതാവിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപപരിഹാര ബലിയായിട്ട് മരിക്കുവാനായിട്ട് ഇവിടെ അയച്ചു. എന്തുകൊണ്ട്? ആ മരണത്തിലൂടെ, ആ രക്തത്തിലൂടെ മാത്രമേ എനിക്ക് ആ ബന്ധം തിരിച്ച് പുനഃസ്ഥാപിക്കുവാൻ പറ്റുകയുള്ളൂ. അതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു വന്നത് ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. കാരണം യേശു ക്രിസ്തു സ്നേഹമാണെങ്കിൽ, ആ യേശു ക്രിസ്തു സ്ഥാപിച്ചത് മതമാണെങ്കിൽ, ആ മതവും മറ്റു മതങ്ങളുമായിട്ട് യുദ്ധത്തിൽ പോകുവാൻ അവകാശമില്ല. ഈ സത്യം മനസ്സിലാക്കണം. മതം മനുഷ്യനുണ്ടാക്കുന്നതാണ്. കാരണം ഈ സത്യം മനസ്സിലാക്കിയാൽ മറ്റ് മതങ്ങളിലുള്ള വ്യക്തികൾക്കും യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ ഒരു കുഴപ്പമുണ്ടാകുകയില്ല. കാരണം ദൈവം വന്നത് മതം സ്ഥാപിക്കാനല്ല. അപ്പം ദൈവം എന്ന് യേശു ക്രിസ്തുവിനെ ബന്ധവും മറ്റു മതങ്ങളുമായിട്ട് ശത്രുതയിൽ വരേണ്ട ആവശ്യമില്ല. എല്ലാ മതവും അംഗീകരിക്കുന്നുണ്ട് ഒരു ദൈവമുണ്ടെന്ന്. ആ ദൈവത്തെ വെളിപ്പെടുത്തി തരുവാനാണ് യേശു ക്രിസ്തു വന്നത്. ഹലോ പ്രിയപ്പെട്ടവർ, മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, പൗലോസ് അപ്പോസ്തലന്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു അൺനോൺ ഗോഡ്, അല്ലേ? ഗ്രീക്കുകാർ ആരാധിച്ചിരുന്ന ദൈവമുണ്ടായിരുന്നു, ഒരു അജ്ഞതയുടെ ദൈവം, അല്ലേ? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയണത്, ഞാൻ ആ ദൈവത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. പ്രിയപ്പെട്ടവർ, ഈ സത്യം മനസ്സിലാക്കണം. മറ്റു മതങ്ങളും ഒരു ദൈവമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ദൈവം എന്ന് പറയുന്നത് യഹോവയാണ്. ആ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണം. ആ ദൈവമാണ് നിങ്ങളെയും എന്നെയും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുവാനാണ് യേശു ക്രിസ്തു വന്നത്. അല്ലാതെ ഇവിടെ ക്രിസ്ത്യാനി, മാർത്തോമാ, CSI, പെന്തക്കോസ്റ്റ്, കവണൻ പീപ്പിൾ എന്ന് പറയുന്നത് പോലും സ്ഥാപിക്കാനല്ല. ഹലോ, അപ്പോൾ ഈ സ്ഥാപനത്തിലൊന്നും രക്ഷയില്ല. രക്ഷ യേശു ക്രിസ്തു എന്ന രക്ഷകനിൽ മാത്രമേ ഉള്ളൂ.
ഇത് മനസ്സിലാക്കണം. കാരണം പലവർക്കും അജ്ഞത മൂലം പറയാണ് ഒരു സഭയിലെ അംഗമല്ലെങ്കിൽ രക്ഷയില്ലെന്ന്. ആ സഭയിലെ അംഗങ്ങൾക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതാണ് യഥാർത്ഥ സഭ. അതാണ് 2000 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സഭ. ഹലോ, യേശു ക്രിസ്തു 2000 കൊല്ലം മുമ്പ് ഒരു സഭ ഉണ്ടാക്കിയില്ല. അപ്പൊ അതാണ് യേശു ക്രിസ്തു ഉണ്ടാക്കിയ സഭ എന്ന് പറയുന്നത് തന്നെ കള്ളത്തരവാ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. അപ്പൊ യേശു ക്രിസ്തു വന്നത് ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തി തരുവാനും ഞാൻ വഴി നിനക്ക് പിതാവിലേക്ക് വരാമെന്ന് പറയുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, പാപപരിഹാര ബലി. കാരണം പഴയ നിയമത്തിലെ പാപത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ അനുഭവിക്കാനാണ് ഞാൻ വന്നത്. നിന്നെ വെറുതെ വിടുവാനാണ് ഞാൻ വന്നത് എന്ന് പറയാനാണ് വന്നത്. പ്രിയപ്പെട്ട, ഈ സത്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് മതം എന്ന് പറയുന്ന ആ ബന്ധനം പോവും, മതത്തിന്റെ ബന്ധനം പോവും. ഇന്ന് റിലീജിയസ് ബോണ്ടേജ്, അതാണ് എന്തുമാത്രം മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഒരേ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന 2 വ്യക്തികൾ തമ്മിൽ അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. കേസും അടിയും പിടിയും കൊലപാതകം വരെ പോകുന്നുണ്ട്. ഒരേ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമാക്കാം, ദൈവം സ്നേഹമാണെങ്കിൽ ഇവിടെ ഇത് ദൈവത്തിന്റെ സംവിധാനങ്ങളല്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന്റെ നാമത്തിൽ അടികൂടുന്നത് ദൈവത്തിന്റെ സംവിധാനമല്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ്. ഇവിടെ സ്നേഹമല്ല, ഇവിടെ ശത്രുതയാണ്, ഇവിടെ കൊലപാതകമാണ്, കള്ളത്തരമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു ക്രിസ്തു മരിച്ചത് മതം സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു മരിച്ചത് ബന്ധം സ്ഥാപിക്കാനാണ്. ഓ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അപ്പം ആ ദൈവത്തിന്റെ നീതിയിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? ഈ സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ കാരണമാണ് അജ്ഞത. ഞാൻ ഇന്നലെ പറഞ്ഞ് നിങ്ങൾ പിന്നെയും പറയുകയാണ്, ദൈവത്തിന്റെ വചനം ഫലമുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വചനം ഗ്രഹിക്കണം. വചനം ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഫലമുണ്ടാക്കുകയില്ല. ഒന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. റോമൻസ് 10-ാമത്തെ അധ്യായം, റോമാക്കാരുടെ ലേഖനം 10-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? 10:3 റോമൻസ്. ദൈവത്തിന്റെ നീതിയെ കുറിച്ച്, ഇതാണ് ദൈവത്തിന്റെ നീതി. എന്താണ്? യേശു ക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ രക്തത്തിലൂടെയാണ് നിങ്ങൾക്ക് രക്ഷയും നീതീകരണവും ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. അപ്പോൾ അവരുടെ ജീവിതത്തില് ഈ ദൈവത്തിന്റെ യേശുവിന്റെ നീതിയെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, അത് ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അവൻ രക്ഷപ്പെടാനായിട്ട് അവന്റെ തന്നെ നീതിയെ തേടുകയാണ്. അവൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു വ്യക്തി മരിച്ചു. ആ മരണത്തിലൂടെ എനിക്ക് ന്യായീകരിക്കപ്പെടാൻ പറ്റും, നീതീകരിക്കപ്പെടാൻ പറ്റും എന്നുള്ള ആ അറിവില്ലാത്തത് കൊണ്ട് അവൻ തന്നെ നീതീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അജ്ഞത കൊണ്ടാണ് അവൻ ദൈവത്തിന്റെ നീതിയെ നിഷേധിച്ച് അവന്റെ സ്വന്തം നീതിയെ തേടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇതുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ സ്വന്തം നീതി തേടുകയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അവന് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവന് വിവരമുണ്ടായിരുന്നെങ്കിൽ അവൻ അവന്റെ സ്വന്തം നീതി തേടുകയില്ല. ഇതിനെക്കുറിച്ച് അജ്ഞതയായതുകൊണ്ട് അവൻ നീതീകരിക്കപ്പെടണമല്ലോ, അതുകൊണ്ട് അവന്റെ സ്വന്തം നീതിയെ തേടുകയാണ്. അതുകൊണ്ടാണ് ഹോസേ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് ആ ലേഖനത്തിൽ, ഓ ഹല്ലേലൂയ, 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണെന്ന്. എന്റെ ജനം, ദൈവം പറയുകയാണ്, ആ പ്രവാചകൻ വഴി പറയുകയാണ്, എന്റെ ജനം നശിച്ചു പോവുകയാണ്. കാരണം അവർക്ക് എന്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ അവന്റെ നീതിയെക്കുറിച്ച് നീതി തേടി പോവാണ്. ആ നീതി തേടി പോകുമ്പോൾ നാശവും മരണവും മാത്രമേ സംഭവിക്കുകയുള്ളൂ, ജീവനില്ല. ഒന്ന് വായിച്ചേ. അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. മതി. മനസ്സിലാക്കണം, അജ്ഞത, ഇഗ്നറൻസ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഫലമുണ്ടാകുന്നില്ല. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ നീതി അല്ലാതെ പിതാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. പിതാവിന്റെ സന്നദ്ധിയിൽ പ്രവേശിക്കാൻ പറ്റുകയില്ലെങ്കിൽ നിത്യജീവനില്ല, മരണം. അപ്പോൾ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ സ്വീകരിക്കണം. പിന്നെ നമുക്കറിയാം, അങ്ങനെയുള്ളവരാണ് ഈ സ്വന്തം നീതിയെ തേടുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഒരു വ്യക്തിയായിരുന്നു, സ്വന്തം നീതിയെ തേടി പോയ വ്യക്തി. നമുക്ക് ഫിലിപ്പിയർക്കെല്ലാം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അവൻ നല്ല വ്യക്തിയായിരുന്നു, പൗലോസ് അപ്പോസ്തലൻ നല്ല വ്യക്തിയായിരുന്നു, വളരെ തീക്ഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അവന്റെ ഡയറക്ഷൻ തെറ്റായിരുന്നു. വായിച്ചേ. തീക്ഷ്ണത, നിയമപ്രകാരം ഫരീസ്യൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നീതി, ഒരു തരത്തിലുള്ള നീതി ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. പക്ഷേ ആ നീതി തെറ്റായ നീതിയാണെന്ന് മാത്രം പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? അവൻ
കുറ്റമില്ലാതെ മുറുകെ പിടിച്ച നീതി ദൈവത്തിന് സ്വീകാര്യമായ നീതിയല്ലായിരുന്നു. ഇന്ന് ഈ ലോകത്തിൽ എന്തുമാത്രം പേര് വളരെയധികം ദൈവത്തിന്, യേശുവിൻ്റെ നാമത്തിന് വളരെയധികം തീക്ഷ്ണതയോടെയാണ് അവരുടെ ജീവിതം നയിക്കുന്നത്. പക്ഷേ എന്താണ്? തെറ്റായ രീതി. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കൊറിന്ത്യർ ലേഖനത്തിൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് ഓടി, പക്ഷേ സത്യത്തിൽ നിന്ന് നിങ്ങൾ ആരെയാ മാറ്റിവെച്ചത്? യു റാൻ വെൽ ബട്ട് യു ഹിൻഡേർഡ് യു ഫ്രം ദ ട്രൂത്ത് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? നിങ്ങൾ നന്നായിട്ട് ഓടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ഇന്ന് എന്തുമാത്രം ലക്ഷം ആൾക്കാർ എന്തുമാത്രം പ്രാർത്ഥനകളാണ് ചെല്ലുന്നത്, എന്തുമാത്രം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്, എന്തുമാത്രം നേർച്ചകളാണ് നേടുന്നത്. പക്ഷെ ഈ പ്രാർത്ഥനയും ഈ ത്യാഗവും ഒന്നും ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമല്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എതിരായിട്ട് മഹത്വം യേശു ക്രിസ്തുവിന് കൊടുക്കുന്നതിന് വരെ മറ്റു വ്യക്തികൾ കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കൃപയിൽ നിന്ന് പോവുക മാത്രമല്ല, ക്രോധത്തിലോട്ട് കയറുകയും ചെയ്യുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരുമാതിരി വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന പോലെയാ. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വടി കൊടുത്തിട്ട് അടി വാങ്ങിക്കുക, പൈസയും സമയവും ചിലവാക്കിയിട്ട് ശാപം വാങ്ങിക്കുക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് അജ്ഞത. നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സത്യത്തിലോട്ട് പ്രവേശിക്കാൻ പറ്റുക. അതായത് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒരു വ്യക്തിക്കും നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പറ്റുകയില്ല. യേശു ക്രിസ്തു ആകുന്ന വചനം സത്യം. അതല്ലേ ഞാൻ ദൈവം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റുകയുള്ളൂ. ഒരു വ്യക്തിക്കും പറ്റുകയില്ല. വല്ല വ്യക്തികൾക്ക് നിങ്ങൾക്ക് 2 നേരത്തെ ആഹാരം തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം തരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പാർപ്പിടം തരാൻ പറ്റും. രക്ഷ, ജീവൻ തരാൻ പറ്റുകയില്ല. അതിൻ്റെ ഉറവിടം യേശു ക്രിസ്തു മാത്രമാണ്. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതെന്ന് മനസ്സിലാക്കുന്നോ നിങ്ങൾക്ക് ഒരു വിടുതലുണ്ടാകും. കാരണം എന്താണ്? ഇതിൻ്റെ എതിരായിട്ട്, ഈ സത്യത്തിൻ്റെ എതിരായിട്ട് എന്തുമാത്രം ഉപദേശങ്ങളാണ് പല അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ കേട്ടല്ലേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുകയില്ല, അല്ലേ? അങ്ങനെയല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? അപ്പോൾ നമുക്ക് ജീവന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം. ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, രക്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും എന്നിലുണ്ടെങ്കിൽ എനിക്ക് ജീവനുണ്ട്. അതാണ് പറയുന്നത് സോളാ സ്ക്രിപ്ചറ, ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം നിലനിൽക്കുക. പക്ഷേ ഇന്ന് പലയിടങ്ങളിലും പറയുന്നത് അത് വളരെ ഡേഞ്ചറസ് ആണെന്ന്. വളരെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പത്രങ്ങളും വഴിയും പ്രീച്ചിങ് വഴിയും പ്രൊമോഷനും വഴിയും അവർ പറയും ഇത് വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷേ ശരിയാ, ഇറ്റ് ഇസ് ഡേഞ്ചറസ്. പക്ഷെ ആർക്ക് ഡേഞ്ചറസ്? ആർക്കാ ഡേഞ്ചറസ്? നരക രാജ്യത്തിന്, സ്വർഗരാജ്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്വർഗരാജ്യത്തിൻ്റെ ഓപ്പോസിറ്റ്. അവർക്ക് ഡേഞ്ചറസ് ആണ്. കാരണം ഈ ഡേഞ്ചറസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം നോക്കുകയാണെങ്കിൽ 17-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലനെ ഡേഞ്ചറസ് എന്നാണ് വിളിക്കുന്നത്. കാരണം സത്യം പ്രഘോഷിക്കുന്നതൊക്കെ ഡേഞ്ചറസ് ആണ്. ലോകത്തിൻ്റെ എതിരായിട്ട് പ്രഘോഷിക്കുന്നത് ലോകത്തിന് ഡേഞ്ചറസ് ആണ്. കാരണം നമ്മൾ ആ നാശത്തിലേക്ക് പോകുന്ന സാത്താൻ്റെ കബളിപ്പൂര് മൂലം നാശത്തിലേക്ക് നയിക്കുന്ന ആ സമൂഹത്തോട് നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോൾ ആ നരക രാജ്യം, സാത്താൻ്റെ സാമ്രാജ്യത്തിന് അത് ഡേഞ്ചറസ് ആണ്. അവർ സ്വീകരിക്കാൻ പറ്റുകയില്ല. അവരെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ് അവരുടെ രാജ്യത്തിന്. ഇറ്റ് ഈസ് ത്രെറ്റനിങ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഈവിൾ എന്ന് വായിച്ചേ. അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു, ലോകത്തെ തലകീഴ് മറിച്ച ഈ മനുഷ്യൻ ഇതാ. ലോകത്തെ തലകീഴ് മറിച്ച, ഇതുവരെ പഠിപ്പിച്ചതെല്ലാം തെറ്റാണ് എന്ന് ഇവർ വന്ന് പ്രഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നമ്മളെ പഠിപ്പിച്ചത് ഇത് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ബുക്ക് ഷെൽഫിൽ വല്ലതും വെച്ചാൽ മതി. ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. ഞങ്ങൾക്കാണ് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കാനുള്ള അധികാരം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ പഠിപ്പീരിനെ തകിടം മറിക്കുന്ന കുറെ കൂട്ടർ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിന്റെ എണ്ണം കൂടുകയാണ്.
ഹല്ലേലൂയ. ദൈവരാജ്യം വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം വർദ്ധിക്കുകയാണ്. ദി ലൈറ്റ് ഈസ് ഓവർകമ്മിങ് ദ ഡാർക്ക്നെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കണം. അവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ ത്രട്ടൻ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് പൗലോസ് അപ്പോസ്തലനെ പോലെ നിയമത്തിലുള്ള ഒരു ന്യായീകരണമല്ല, നീതിയല്ല നമ്മൾ തേടേണ്ടത്. അതിനുപരി നമ്മൾ തേടേണ്ടത് യേശു ക്രിസ്തുവിലുള്ള നീതിയാണ്. എന്ന് നമുക്കറിയാം. വേറെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മോശയുടെ പുസ്തകത്തിൽ മോശ പറഞ്ഞതാണ്. പക്ഷേ റോമലേഖനം 10-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ അത് തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. മോശ പറഞ്ഞിരിക്കുന്നത് ലേവ്യരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിലാണ്. അത് റോമായുടെ ലേഖനം 10-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർ അതുമൂലം ജീവിക്കും എന്ന് മോശ എഴുതുന്നു. അപ്പം നിയമം അനുസരിച്ചുള്ളൊരു നീതി തേടുന്ന വ്യക്തിയും അതനുസരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ ആ വ്യക്തിക്ക്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൽ നിന്ന് തന്നെ വലിയൊരു സത്യം മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ നിയമം അനുസരിച്ചുള്ളൊരു നീതിയിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അത് അപ്പം തന്നെ നമ്മൾ അജ്ഞതയിലാണ് കിടക്കുന്നത്, നമ്മൾ അന്ധകാരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ സത്യം നമ്മൾക്ക് അറിയുവാനോ അത് ഗ്രഹിക്കുവാനോ പറ്റുന്നില്ല. അങ്ങനെയുള്ള വ്യക്തി അയാൾ നിയമത്തിലുള്ള നീതിയാണ് എന്നെ നീതീകരിക്കപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ചായിരിക്കും മുഴുവൻ ജീവൻ നയിക്കുന്നത്. ഇന്ന് പലരോടും ദൈവത്തിൻ്റെ സത്യവചനം നമ്മൾ അവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് ആ സത്യം സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവരെ പഠിപ്പിച്ചതും അവർ മനസ്സിലാക്കിയതും ഗ്രഹിച്ചതും സ്വീകരിച്ചതും എല്ലാം നമ്മൾ പറയുന്നതായിട്ട് വ്യത്യസ്തമായാണ്. അവർക്ക് ആത്മാവിന് അവർ ഒരു ഓപ്പൺനെസ് കാണിക്കുന്നില്ല. ആത്മാവ് അവിടെ വന്നിട്ട് അവർക്കൊരു വെളിപാട് തരുവാൻ അവർ അനുവദിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കുമ്പോൾ തന്നെ അവർ അവിടെ ഒരു മൂടുപടം ഇടും, ഒരു വെയിലിടും. അവർക്ക് കേൾക്കണ്ട, ചിരിച്ച് കാണിക്കും, പക്ഷെ കേൾക്കുകയില്ല. അങ്ങനെയുള്ളവർ ആ നിയമത്തിലുള്ള നീതിയിൽ തന്നെ ജീവിക്കും. പക്ഷെ നോക്കുകയാണെങ്കിൽ നമുക്ക് നീതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ അവിടെ ദൈവം ആദാം ഹവ്വയോടും പറയുന്നുണ്ട്, നിങ്ങൾ ആ ഈദാൻ തോട്ടത്തിലെ പല പല വൃക്ഷങ്ങളുണ്ടായിരുന്നു അല്ലേ, അതിൽ നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. ആ വൃക്ഷം എന്താണ്? നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷം. അപ്പൊ നന്മ തിന്മ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞു. അത് ഭക്ഷിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ കനി ഭക്ഷിച്ചാൽ അത് എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? മരണത്തിലേക്കാണ്. അതേ സമയത്ത് ആ ഈദാൻ തോട്ടത്തിൽ തന്നെ വേറൊരു വൃക്ഷം ഉണ്ടായിരുന്നു, ജീവന്റെ വൃക്ഷം. അതിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നോ? ഇല്ല. അവർ പാപം ചെയ്യുന്നത് വരെ ഇല്ലായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ട്, പക്ഷെ പാപം ചെയ്യുന്നത് വരെ അങ്ങനെ കൽപ്പന. അപ്പം ആ ഈദാൻ തോട്ടത്തിൽ നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു, ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു, അതിൻ്റെ പുറമെ വേറെ പല പല വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ ഒരു വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് ദൈവത്തിന് കൽപ്പന ഉണ്ടായിരുന്നു. ആ വൃക്ഷമായിരുന്നു നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷം. അത് നമുക്കറിയാം. നന്മ തിന്മ എന്ന് പറയുന്നത് ഒരു നിയമം എന്താ എന്നോട് പറയുന്നത്? ഒരു നിയമം എന്നോട് പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യരുത് അല്ലേ, കൊലപാതകം ചെയ്യരുത്, കക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ, ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ചില നിയമങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും അല്ലേ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിയമം എന്നെ എന്താ പഠിപ്പിക്കുന്നത്? നന്മയും തിന്മയും എന്താണെന്നും നന്മ ചെയ്യണമെന്നും തിന്മ ചെയ്യരുതുമെന്നും എന്നെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ആ വൃക്ഷത്തിൽ നിന്ന് ഞാൻ കനി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട്ടാണ് പോകുന്നത്? മരണത്തിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ആത്മാവിൽ സ്വീകരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ കക്കണമെന്നല്ല, നിങ്ങൾ കൊല്ലണം എന്നല്ല, നിങ്ങൾ വ്യഭിചാരം ചെയ്യണം എന്നല്ല, നിങ്ങൾ നന്മയൊന്നും ചെയ്യരുതെന്നല്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കുകയുള്ളൂ.